ഓക്കെ, നമുക്കിനിയിപ്പം അടുത്ത ടോപ്പിക്കിൽ വരുന്നത് ഐ ആർ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ. നമുക്കിവിടെ വരുന്നത് മോളിക്കുലർ വൈബ്രേഷൻസ് ആണ്. എ മോളിക്യൂൾ കൺസിസ്റ്റിംഗ് ഓഫ് n atoms ഹാസ് എ ടോട്ടൽ ഓഫ് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്കറിയാവുന്നതായിരിക്കും, പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. n മോളിക്യൂൾസ് ഉള്ള ഒരു ആറ്റത്തിന്, n ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂളിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. For a non-linear molecule, 3 of these degrees of freedom are rotational, 3 are translational, and rest are vibrational degrees of freedom. ഇതിവിടെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ആ മോളിക്യൂളിൻ്റെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതിൽ 3 ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കും. അതായത് മൂവ്മെൻറ്റ് അലോങ് ദ എക്സ് ആക്സിസ്, മൂവ്മെൻറ്റ് അലോങ് ദ വൈ ആക്സിസ്, മൂവ്മെൻറ്റ് അലോങ് ദ സെഡ് ആക്സിസ്. ഇനി 3 റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലെ റൊട്ടേഷൻ, വൈ സെഡ് പ്ലെയിനിലെ റൊട്ടേഷൻ, എക്സ് സെഡ് പ്ലെയിനിലെ റൊട്ടേഷൻ. ബാക്കിയുള്ളതെല്ലാം വൈബ്രേഷണൽ മോഷൻ ആയിരിക്കും, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇത് ഒരു നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ. ഒരു ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ദർ ആർ ഓൺലി 2 റൊട്ടേഷണൽ മോഷൻസ്, അല്ലെങ്കിൽ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയായിരിക്കും. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഫോർ എ നോൺ ലീനിയർ മോളിക്യൂൾ there will be 3n minus 6 degrees of vibrational freedom, and for a linear molecule there will be 3n minus 5 degrees of vibrational freedom. ഇത് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു നോൺ ലീനിയർ മോളിക്യൂളിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതിൽ 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6. സോ 3n മൈനസ് 6 അത്രയും ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഫ്രീഡം ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ആ സ്ഥാനത്ത് ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 3n മൈനസ് 5 ആണ്. മൊത്തം 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനും കൂടി കിഴിച്ചു കഴിഞ്ഞാൽ 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ എക്സാമ്പിൾസ് എടുക്കുക. വാട്ടർ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. വാട്ടർ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര എന്ന് പറയുന്ന ആൾക്കാരുടെ കേസിലുള്ള പ്രത്യേകത, വാട്ടറിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. 3 ആറ്റംസ് ഉണ്ട്. വാട്ടർ ഒരു നോൺ ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ 3 ആറ്റമുള്ള വാട്ടർ മോളിക്യൂളിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും? ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. സോ 3 into 3 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. അതിൽ 3 ട്രാൻസ്ലേഷനിലും 3 റൊട്ടേഷനിലും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3n മൈനസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുകൊണ്ടാണ് വാട്ടറിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. ആ സ്ഥാനത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ കേസ് എടുക്കുക. ഇറ്റ്സ് എ ലീനിയർ മോളിക്യൂൾ. ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഫ്രീഡം കാണും. അതുകൊണ്ട് തന്നെ 4 ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ഫണ്ടമെന്റൽ വൈബ്രേഷണൽ ടേം നിങ്ങൾക്ക് മുമ്പോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക, ഒരു നോൺ ലീനിയർ മോളിക്യൂളിന് ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അതിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഫ്രീഡം എന്ന് വെച്ചാൽ 3n മൈനസ് 6 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഇത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ കൊടുത്തതേ ഉള്ളൂ, നേരത്തെ കണ്ടതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്കിനി ഇവിടെ ഈ ഒരു ഫിഗറിലേക്ക് വരാം. വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ H2O ഒരു നോൺ ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ H2Oയ്ക്ക് എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ, ഫണ്ടമെൻ്റൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫണ്ടമെൻ്റൽ ഓവർ ടോൺ ഇതെല്ലാം നമുക്ക് മുമ്പോട്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് തന്നെ പറയാം. തൽക്കാലത്തേക്ക് നമ്മൾ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നില്ല. നമ്മൾ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് നോക്കാം. ഒരു നോൺ ലീനിയർ മോളിക്യൂളിന് 3n മൈനസ് 6 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ലീനിയർ മോളിക്യൂളിന് 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഫ്രീഡം ഉണ്ടെന്നും പറയുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഇത് വാട്ടർ മോളിക്യൂളാണ്. ഈ വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതെന്താണ്, ഒരു വി ഷേപ്പ് മോളിക്യൂളാണ്, അല്ലെങ്കിൽ നോൺ ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3n മൈനസ് 6 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. എത്ര ആറ്റംസ് ഉണ്ട്? 1 2 3. സോ 3n ഈസ് ഈക്വൽ ടു 9. 9 മൈനസ് 6 3 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. ആ 3 ഒരു സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ഒരു ബെൻഡിങ് വൈബ്രേഷൻ, ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. ഈ സിമെട്രിക്കും ബെൻഡിങ്ങും അസിമെട്രിക്കും ഒക്കെ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് വൈബ്രേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതെന്ന് വെച്ച് നോക്കിയാൽ മതി. ദെൻ കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിലേക്ക് നമുക്കൊന്ന് വരുന്ന സമയത്ത്, കാർബൺ ഡയോക്സൈഡും വാട്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. 3 ആറ്റംസ് ഉണ്ട്, 1 2 3. പക്ഷേ ഇയാളുടെ കേസിൽ ഇയാളൊരു ലീനിയർ മോളിക്യൂളാണ്. ലീനിയർ മോളിക്യൂളിൻ്റെ കേസിൽ 3n മൈനസ് 5 ഡിഗ്രീസ് ഓഫ്, അല്ലെങ്കിൽ 3n മൈനസ് 5 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് വരുന്നത്. അപ്പോൾ 3 into 3 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ശ്രദ്ധിക്കുക, വാട്ടറിൻ്റെ കേസിൽ
3 × 3 - 6 ആയിരുന്നു, അത് ദാറ്റ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ 3 × 3 - 5 ആണ്. അപ്പോൾ എന്തേ വരുള്ളൂ? 4 വരുള്ളൂ. അപ്പോൾ 4 വരുന്ന സമയത്ത് 4 വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതിൽ ഒന്നാണിത്, സിമെട്രിക് സ്ട്രെച്ചിങ്. ദെൻ അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ്. മൂന്നാമത്തത് ഈ പറയുന്ന ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്. അത് രണ്ടും ഐഡൻറ്റിക്കലാണ്. ഈ രണ്ട് ബെൻഡിങ് വൈബ്രേഷൻസും ഐഡൻറ്റിക്കലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ രണ്ട് വൈബ്രേഷൻസിൻ്റെയും ഫ്രീക്വൻസി 667 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അവർ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇത്രയാണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ സിമെട്രിക് സ്ട്രെച്ചിങ് ഞാൻ ഇവിടെ IR ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? വൈ ദ സിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് IR ഇനാക്റ്റീവ് എന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ആൻസർ ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു മോളിക്യൂൾ അത് IR ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ ഡ്യൂറിങ് ദ വൈബ്രേഷൻ. ഇയാളുടെ ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ നമുക്കറിയായിരിക്കും, ഇതാണ് കാർബൺ, ഇത് ഓക്സിജൻ, ഇത് ഓക്സിജൻ. ഇതിന് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ആ സ്ഥാനത്ത് ഇവിടെ ഒരു ഓക്സിജനും ഇവിടെ ഒരു Cl ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ഒരു ഓക്സിജനും ഇവിടെ ഒരു ക്ലോറിനും ആയിരുന്നെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വന്നേനെ. ആ സ്ഥാനത്ത് ഇവർ രണ്ടിടത്തും സെയിം ആറ്റം ആയതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്, അത് ക്യാൻസൽഡ് ആണ്. ദെയർഫോർ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു 0. ഇനി ഇത് രണ്ടും കൂടെ സ്ട്രെച്ച് ചെയ്യാന്ന് വെച്ചോ, രണ്ടും കൂടി ഈ ഓക്സിജൻ റൈറ്റിലേക്ക് പോകുന്നു, ഈ ഓക്സിജൻ ലെഫ്റ്റിലേക്ക് പോകുന്നു. സിമെട്രിക് സ്ട്രെച്ചിങ് ആയതുകൊണ്ട് രണ്ടും ഒരേ എക്സ്റ്റെൻറ്റ് വരെയാണ് സ്ട്രെച്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. ദെയർഫോർ സിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് IR ഇനാക്റ്റീവ്. ആ സ്ഥാനത്ത് അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഓക്സിജൻ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇയാളും റൈറ്റിലേക്കാണ് വരുന്നത്. ദെയർഫോർ ദർ ഈസ് എ ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി നേരെ തിരിച്ച് ഈ ഓക്സിജൻ ലെഫ്റ്റിലേക്ക് പോകുമ്പം ഇയാളും ലെഫ്റ്റിലേക്ക് പോകും. അതായത് ഈ ബോണ്ട് ലോങ് ആകുമ്പോൾ ഈ ബോണ്ട് ഷോർട്ട് ആവും, ഈ ബോണ്ട് ലോങ് ആകുമ്പോൾ ഈ ബോണ്ട് ഷോർട്ട് ആവും. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ ഡൈപോൾ മൊമെൻറ്റ്, ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് ദാറ്റ് വൈബ്രേഷൻ. അതുകൊണ്ടാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് IR ആക്റ്റീവ് ആകുന്നതും സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇനാക്റ്റീവ് ആകുന്നതും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ. എല്ലാവരുടെ കേസിലും അങ്ങനെയല്ല, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ. ദെൻ ഇത് ഐസോപ്രോപ്പനോളിൻ്റെ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രമാണ്. ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിനകത്ത് നെറ്റ് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 12 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇത് എന്തുകൊണ്ടാണ് 3 × 12 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. 3 എന്ന് വെച്ചാൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ്, 1, 2. ഇവിടെ CH3 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, CH3 ഗ്രൂപ്പിൽ 4 ആറ്റം ഉണ്ട്. അങ്ങനെ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്, 8. 8, 2, 10, 11, 12 ആറ്റം ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് 12 എന്ന് വന്നിരിക്കുന്നത്. -6 എന്ന് പറയാൻ കാരണം ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇസ് എ നോൺ ലീനിയർ മോളിക്യൂൾ, അതുകൊണ്ടാണ്. ദെൻ നമുക്ക് ഈ മോളിക്കുലർ വൈബ്രേഷൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഞാനൊരു ഇക്വേഷൻ കൊടുത്തത് മാത്രമേ ഉള്ളൂ നോക്കാൻ വേണ്ടി. നോട്ട് ഓൾ ഓഫ് ദീസ് വൈബ്രേഷൻസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. റീസൺസ് ഫോർ ഒബ്സർവിംഗ് ലെസ് വൈബ്രേഷൻസ് ക്യാൻ ഇൻക്ലൂഡ് ദ വൈബ്രേഷൻസ് ആർ ഔട്ട്സൈഡ് ദ മിഡ് IR. അതായത് നമുക്ക് ഈ പറയുന്ന ഒരു ലീനിയർ മോളിക്യൂളിന് 3n - 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, നോൺ ലീനിയർ മോളിക്യൂളിന് 3n - 6 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ച് നമ്മളൊരു 10 ആറ്റമുള്ള ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 - 6 ആറ്റം നോൺ ലീനിയർ ആണെങ്കിൽ 30 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ആ ഒരു മോളിക്യൂളിന് 24 ഡിഗ്രീസ് ഓഫ് 24 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണേണ്ടതാണ് ലോജിക്കലി പറയുമ്പോൾ. പക്ഷേ ഈ പറയുന്ന 24 എണ്ണവും നമുക്ക് കാണണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 16 ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓൾ മീൻസ് ഇത്രയും വൈബ്രേഷൻസ് പറഞ്ഞാൽ all of these vibrations may not be observed in the IR spectrum. And the reasons ഇതാണ്, the vibrations outside IR spectrum നമ്മൾ നോട്ട് ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ് നമ്മുടെ മിഡ് IR റീജിയൻ. ഈ മിഡ് IR റീജിയൻ്റെ മുകളിലേക്ക് വരുന്ന ഫാർ IR റീജിയനോ അല്ലെങ്കിൽ താഴെ വരുന്ന നിയർ IR, നമുക്ക് ഏതെടുത്താലും നിയർ IR റീജിയനോ ഏതെടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് കേസിലും നമ്മൾ IR സ്പെക്ട്രത്തിൻ്റെ ആ ഒരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടേക്ക് നോക്കുന്നില്ല. നമ്മൾ മിഡ് IRൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ ഒരു 600 തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെ നമ്മൾ നോക്കുന്നുള്ളൂ.
അപ്പോൾ ആ റേഞ്ചിനകത്താണ്. അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് 400 തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ് നമ്മുടെ മിഡ് IR എങ്കിലും നമ്മളൊരു 600 തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ് നോക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീജിയൻ്റെ പുറത്താണ് നമ്മുടെ ഈ പറയുന്ന വൈബ്രേഷണൽ മോഡിൻ്റെ ഫ്രീക്വൻസി കിടക്കുന്നതെങ്കിൽ, അതിൻ്റെ വേവ് നമ്പർ കിടക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുകയില്ല, അത് നമ്മൾ കാണുകയില്ല. രണ്ടാമത്, ദ അബ്സോർപ്ഷൻ ഈസ് ടു വീക്ക് ടു ബി ഒബ്സർവ്ഡ്. വളരെ വീക്കായിട്ടുള്ള അബ്സോർപ്ഷൻ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. ഓർ ദ അബ്സോർപ്ഷൻ ബാൻഡ്സ് ആർ ടു ക്ലോസ് ടു ഈച്ച് അതർ ടു ബി റിസോൾവ്. രണ്ട് അബ്സോർപ്ഷൻ ബാൻഡുകൾ വളരെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കൃത്യമായിട്ട് ഓരോന്നോരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ സം ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആർ ഫോർബിഡൻ. അതാണ് വേറൊരു പോയിന്റ്. സം ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആർ ഫോർബിഡൻ. In order to observe a molecular vibration, there must be a change in the dipole moment of the molecule during that vibration. ബ്രാക്കറ്റിൽ ഇതേ സാധനം കൊടുക്കാനുള്ളൊരു കാരണം, നമ്മൾ തൊട്ട് മുമ്പിൽ ഇവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിൽ കാർബൺ ഡയോക്സൈഡിന് 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പഠിച്ചിട്ട് നമ്മളിവിടെ സിമെട്രിക് സ്ട്രെച്ചിങ്, അത് IR ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. കണക്ക് പ്രകാരം കാർബൺ ഡയോക്സൈഡിന് 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരണം. പക്ഷേ സിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കുഴപ്പം, ഒരു വൈബ്രേഷൻ അത് IR ആക്റ്റീവ് ആവണമെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ദ ഡൈപോൾ മൊമെന്റ് ഓഫ് ദ മോളിക്യൂൾ. കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ അതില്ല. ദെയർഫോർ IR ആക്റ്റീവ് ആകാനുള്ള കണ്ടീഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? കാർബൺ ഡയോക്സൈഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെയർഫോർ ഇറ്റ് ഈസ് IR ഇനാക്റ്റീവ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ചില ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്താണ്? ഫോർബിഡൻ ആണ്. ഈ പറഞ്ഞ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വേണമെന്നുള്ള കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് സം മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആർ ഡീജനറേറ്റ് വിത്ത് അതർ മോഡ്സ്. ചിലപ്പോൾ 2 or 3 വൈബ്രേഷൻസ് അല്ലെങ്കിൽ 2 വൈബ്രേഷൻസ് എങ്കിലും ഒരേ ഫ്രീക്വൻസിയിലേക്ക് വരും. ഒരു 1230 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ നമുക്ക് 2 വൈബ്രേഷൻ കാണും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, 1230 ഒരു വൈബ്രേഷനേ ഉള്ളൂ. ശരിക്കും സംഭവിച്ചത് എന്തായിരിക്കും? 2 വൈബ്രേഷൻസിന് സെയിം ഫ്രീക്വൻസി ഒന്നായിരിക്കും. കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിലേക്ക് പിന്നെയും വരിക 657 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ ബെൻഡിങ് വൈബ്രേഷൻസ്, ഐഡന്റിക്കൽ മോഷൻസ് ആണെങ്കിലും 2 എണ്ണം നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ ഈ പറയുന്ന 5ാമത്തെ റീസൺ. അപ്പോൾ ഈ 5 റീസൺസ് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന 3n-6 അല്ലെങ്കിൽ 3n-5 എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന അത്രയും വൈബ്രേഷണൽ മോഡ്സ് നമുക്ക് കാണാൻ പറ്റാത്തത്. അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ, ഓവർടോൺ, അതുപോലുള്ള പല ടേംസും നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോകുന്നു. ഓവർടോൺ ബാൻഡ് എന്താണ്, കോമ്പിനേഷൻ ബാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഫണ്ടമെന്റൽ, ഓവർടോൺ, അതേപോലെ തന്നെ ഹോട്ട് ബാൻഡ്സിനെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഫണ്ടമെന്റൽ ബാൻഡ് മീൻസ് ദേ അറൈവ് ഡ്യൂ ടു ദ എക്സൈറ്റേഷൻ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദ ലോവസ്റ്റ് എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ലോവസ്റ്റ് എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള എക്സൈറ്റേഷൻ ആണ്. ഓർ ഡെൽറ്റ V is equal to +or-1. ഇതിൻ്റെ ഒരു പ്രത്യേകത, യൂഷ്വലി നോർമൽ കണ്ടീഷനിൽ ഈ വരുന്ന എക്സൈറ്റേഷൻ സംഭവിക്കുന്നത് മിക്കവാറും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നായിരിക്കും. കാരണം മോളിക്യൂൾസ് ആർ അസ്യൂം ടു ബി ഇൻ ദർ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചാൻസ് കൂടിയ ഒരു ട്രാൻസിഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനും ഈ പറയുന്ന ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻസ് ആണ്. ദെൻ ഓവർടോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ അറൈവ് ഡ്യൂ ടു ദ എക്സൈറ്റേഷൻ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദ ഹയർ എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ്. They appear as integral multiples of fundamental absorption. That is, delta V is equal to +or-2, +or-3, +or-4, etc. അതായത് ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ എന്താ, V = 0-ൽ നിന്ന് V = 1-ലേക്ക് പോകുന്ന ട്രാൻസിഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. V = 0-ൽ നിന്ന് V = 2-ലേക്ക് പോകുന്ന എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഓവർടോൺ. V = 0, അതായത് ഗ്രൗണ്ട് വൈബ്രേഷൻ ലെവൽ. V = 0-ൽ നിന്ന് V = 3-ലേക്ക് പോകുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ, ഓവർടോൺ എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ലോവസ്റ്റ് എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള എക്സൈറ്റേഷൻ ആണ് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. അവിടെ ഡെൽറ്റ V is equal to +or-1, അല്ലെങ്കിൽ ഇനീഷ്യലി +1 നമുക്ക് പറയാം. +or-1 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓവർടോൺസിന്റെ കേസ് വരുന്ന സമയത്ത് എക്സൈറ്റേഷൻ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദ ഹയർ എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതായത് ലോവസ്റ്റ് എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല, ഫെർദർ ഹയർ ആയിട്ടുള്ള എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ആൻഡ് ദേ അപ്പിയർ ആസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. അതെന്തുകൊണ്ടാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് പറയാനുള്ള കാരണം? 2 ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. നമുക്ക് ഞാൻ നിങ്ങളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ പണ്ട് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്ലോപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണ്.
ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രത്യേകത വൈബ്രേഷൻ ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ്. അതായത് നിങ്ങൾ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ എല്ലാ സ്റ്റെപ്പിനും ഒരേ ഹൈറ്റ് അല്ലേ. വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഗ്രൗണ്ട് ലെവൽ, വി ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുന്നതാണ് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. ആ സ്ഥാനത്ത് ഗ്രൗണ്ട് സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നതാണ് ഫസ്റ്റ് ഓവർടോൺ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നതാണ് സെക്കൻഡ് ഓവർടോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി നമ്മളൊന്ന് കാല് പൊക്കി വെക്കണം. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നേരെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിലോ ആ രണ്ട് സ്റ്റെപ്പുകളുടെ ഹൈറ്റിൽ നിങ്ങൾ കാല് പൊക്കി വെക്കണം. ദെയർഫോർ ഓവർടോൺസ് അത് തന്നെയാണ്. ദേ അപ്പിയർ ടു ബി ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ. ആൻഡ് ദ ഹോട്ട് ബാൻഡ്. ഹോട്ട് ബാൻഡ് എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമായിരിക്കും. ഹോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഹൈ എനർജി ബാൻഡ്സുകളെയാണ്. ദറ്റ് ഈസ് they arise due to the excitation from an excited state to a higher excited state. അതായത് V equal to 2 to V equal to 3. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സാധാരണഗതിയിൽ എല്ലാ ആറ്റംസും കിടക്കുന്ന എവിടെയായിരിക്കും? ഏറ്റവും ലോവസ്റ്റ് എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും നോർമൽ കണ്ടീഷനിൽ ഈ പറയുന്ന എല്ലാ ആറ്റംസും എല്ലാ മോളിക്യൂൾസും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർ എനർജി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ചില കണ്ടീഷനിൽ എനർജി കൂടുതൽ കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കിടക്കാതെ ചിലപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡിലോ സെക്കൻഡ് എക്സൈറ്റഡിലോ സ്റ്റേറ്റിൽ കിടക്കും. ഇഫ് ദേ ഹാവ് സഫിഷ്യൻറ്റ് എനർജി. അവിടുന്ന് അവർ പിന്നെയും എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹോട്ട് ബാൻഡ് എന്ന് പറയുന്നത്.